എൻ്റെ വിജയം RSSനും സംഘപരിവാറിനും വരുത്തുന്ന അവർക്കെതിരെയുള്ള എൻ്റെ രാഷ്ട്രീയ നിലപാടിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, പിണറായി വിജയൻ കണ്ണൂർ മത്സരിക്കട്ടെ, തോപ്പിച്ച് ഞങ്ങൾ വീട്ടിൽ തർക്കമില്ല. RSS ആണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞത് അനിരാജ്യമാണ്. കണ്ണൂർ കോർപ്പറേഷനകത്ത് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് BJPയുടെ വളർച്ചയാണ്. BJP എങ്ങനെ ജയിച്ചു എന്ന് വളരെ ആത്മപരിശോധന പാർട്ടി നടത്തേണ്ട ഒരു ഘട്ടമാണ്. കാരണം BJPയുടെ വളർച്ച ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ചാനൽ ചർച്ചകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന KPCC അംഗമായ കണ്ണൂർ കോർപ്പറേഷന്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ റിജിൽ മാക്കുറ്റിയാണ് ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം റിജിൽ മാക്കുറ്റി. ഇപ്പോൾ കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ റിജിൽ മാക്കുറ്റി എന്ന ഒരു പേര് വന്നാൽ ഏത് രീതിയിലായിരിക്കും അത് സ്വീകരിക്കപ്പെടുന്നത്? ഇല്ല, എനിക്ക് പാർട്ടി ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടല്ലോ. ആ അസൈൻമെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അത് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആര് മത്സരിക്കണം, ആര് മത്സരിക്കേണ്ടത് എന്നുള്ളത്. ആ തീരുമാനം പാർട്ടി എടുക്കുമ്പോൾ സ്വാഭാവിക പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പം അവർക്ക് ഉണ്ടാവുക. അല്ല, എനിക്ക് നാളെ മത്സരിക്കണമെന്ന് ഞാനല്ലല്ലോ പറയേണ്ടത്, പാർട്ടിയല്ല പറയേണ്ടത്. ആ പാർട്ടിയാണ് എന്നെ ഈ ഒരു നിലവിൽ ഈ ഒരു എത്തിച്ചത്. പാർട്ടി അങ്ങനെ ആഗ്രഹിക്കുന്നു, പാർട്ടി ഇങ്ങനെ തീരുമാനിക്കുന്നത് എനിക്കറിയാൻ പറ്റുന്ന കാര്യമല്ല. സ്വാഭാവികമായിട്ടും പാർട്ടി തീരുമാനിക്കട്ടെ എന്താണെന്നുള്ളത്. അത് ചിലമാക്കുറ്റിയല്ല തീരുമാനിക്കുന്നത്. എന്തായാലും കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി K സുധാകരൻ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും. പുറത്തു നിന്ന് സ്ഥാനാർത്ഥി വരാൻ സാധ്യതയുണ്ട്? അല്ല, കണ്ണൂരിൽ തന്നെ മത്സരിച്ച് ജയിക്കാൻ പറ്റിയ ആളുകളൊക്കെ തന്നെ കണ്ണൂരിലുണ്ടല്ലോ. സ്വാഭാവികം പുറത്തുനിന്ന് വന്ന് ജയിക്കേണ്ട സാഹചര്യമൊന്നും ഇപ്പോൾ കണ്ണൂരിൽ സംബന്ധിച്ചില്ല. ഇവിടെ തന്നെ പരിണതപ്രജ്ഞരായിട്ടുള്ള ആളുകളൊക്കെ സ്വാഭാവികമായും ഈ ജില്ലയിലൊക്കെ എല്ലാ ആളുകളുണ്ട്. അപ്പോൾ പാർട്ടി അത് തീരുമാനിക്കും എന്താ വേണ്ടത്, ആരാണ്. അപ്പോൾ ഇതൊക്കെ പാർട്ടി ഒരു കൃത്യമായ അവലോകനം ഓരോ ആളെ കുറിച്ചിട്ടും വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ പാർട്ടി നേതൃത്വത്തിനുണ്ട്. പാർട്ടി ഉചിതമായ സമയത്ത് ജയിക്കുന്ന സ്ഥാനാർത്ഥി ഇവിടെ പ്രഖ്യാപിക്കും. ഞാൻ പറഞ്ഞല്ലോ, സാക്ഷാൽ പിണറായി വിജയൻ വന്നാൽ പോലും ഇവിടെ പിന്നെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും. ആ രൂപത്തിലുള്ള രാഷ്ട്രീയ മുന്നേറ്റമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു പോരാട്ടം നടത്തി നിൽക്കുകയാണ്. എൻ്റെ അകത്ത് ഇപ്പോൾ RSS പറയുമ്പോൾ SDP ഉൾപ്പെടെ ഉള്ള സംഘടനകൾ പലരും പറഞ്ഞു റിജിൽ മാക്കുറ്റി മത്സരിക്കും, SDP മത്സരിക്കും എന്നൊക്കെ പറയുന്നത് ആദ്യഘട്ടമായി നിങ്ങൾ കണ്ടതാണല്ലോ. വളരെ ശക്തമായി അവരുടേതായ രാഷ്ട്രീയ പ്രചരണം അവിടെ നടത്തിയിരുന്നു. അവർ നല്ല രീതിയിലുള്ള ക്യാമ്പയിൻ അവർ നടത്തിയിരുന്നു. സ്വാഭാവികമായും അപ്പോൾ എല്ലാ ആളുകൾക്കും എതിരെ മത്സരിച്ചാണ് ഞാൻ ഈ വിജയം നേടിയത്. അപ്പോൾ പിന്നെ തീർച്ചയായും ഏത് പോരാട്ടത്തിന് മുമ്പിലും പിടിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എനിക്ക് മത്സരിച്ച ജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് നൽകിയിട്ടുണ്ട്. അതൊരു തീർച്ചയായും എനിക്ക് മത്സരിക്കാതിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ സ്വാഭാവികമായും എൻ്റേതായ നിലപാടിന് ഭാഗം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആശങ്ക പാർട്ടി നേതൃത്വത്തിന് ഉണ്ടാവരും. ഇവനെ മത്സരിപ്പിച്ചാൽ ഇങ്ങനെ സംഭവിച്ചു പോവോ എന്ന് അത് ചിന്തിക്കുന്നില്ലെങ്കിൽ ചിന്തിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രചരണം നടത്തുന്ന ഒരു പറ്റ ആളുകൾ നമ്മുടെ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. അവർക്കുൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടി നാവടക്കേണ്ട സാഹചര്യം. നമ്മളെ തന്നെ പല സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ എനിക്കെതിരായി പല ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ എഴുതാറുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം സൈലൻ്റാണ്. അതാണ് എനിക്ക് ഉള്ള ഒരു ആത്മവിശ്വാസം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ വിട്ടുപോയ സതീശൻ പാച്ചേരി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഉള്ള നീക്കം നടത്തി എന്നുള്ള രീതിയിലുള്ള പ്രചരണം പോലും റിജിൽ മാക്കുറ്റി നേരിട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷമം തോന്നിയിരുന്നു അങ്ങനെ കേട്ടപ്പോൾ? തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വളരെയേറെ പ്രയാസമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ സതീശൻ പാച്ചേനിയുടെ പേര് പരിഗണിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ലിസ്റ്റ് കൊടുക്കുക. ലിസ്റ്റിനകത്ത് ഞാൻ കണ്ണൂരിൽ തോറ്റ ഒരു സീറ്റ് എന്ന നിലയിൽ ദേശീയ നേതൃത്വം എൻ്റെ പേര് കൊടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും അത് സതീശൻ പാച്ചേനി അദ്ദേഹം ദീർഘകാലം DC പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ ആയ അദ്ദേഹത്തിനാണ് വീണ്ടും സീറ്റ് നൽകിയത്. ഞാൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിച്ചു. പാർട്ടിയുടെ മുഴുവൻ ബൂത്ത് പ്രസിഡന്റുമാരും ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഒറ്റ പേരായി സതീശൻ പാച്ചേനിൻ്റെ പേര് കൊടുത്തതാണ്. അങ്ങനെ മത്സരിച്ചിട്ടാണ് സ്വാഭാവികമായും 20,000 വോട്ടിന് ജയിക്കും എന്നുള്ളതാണ് പാർട്ടിയുടെ കണക്കുണ്ടായത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നമ്മുടെ കൊല്ലപ്പെട്ട മൻസൂർ നടക്കുന്ന കലക്ട്രേറ്റിൽ നടക്കുന്ന ഒരു പ്രതിഷേധ പരിപാടി സതീശൻ പാച്ചേനി പ്രസംഗം ഞാനുണ്ട്. 25,000 ഞാൻ ജയിക്കുമെന്ന്, നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഉണ്ട്, ജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ അവിടെ അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ എന്നെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ ചില സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കി വെച്ച ഊതി വീർപ്പിച്ച ഒരു കാര്യമാണ്, പറഞ്ഞു വരുത്തിയ കാര്യമാണ്
എനിക്ക് അങ്ങനെ എൻ്റെ പേര് വന്നതുകൊണ്ട് എനിക്കോ സ്വാഭാവികമായും ഞാനും ആ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പ്രവർത്തിച്ച ഒരാളാണ്. മാത്രമല്ല എനിക്കെൻ്റെ ഭാര്യയോടല്ലാതെ മറ്റൊരാളോട് എങ്ങനെയാണ് ഒരാളെ പരാജയപ്പെടുത്തണമെന്ന് പറയാൻ പറ്റും? അത്രയേറെ ശക്തി എനിക്കുണ്ടെങ്കിൽ ഞാൻ വലിയ ആളല്ലേ. അപ്പോൾ അത് എന്നെ രാഷ്ട്രീയമായി തകർക്കാൻ ഈ പാർട്ടിക്കകത്ത് തന്നുണ്ടായ ചില ഒരു വിഭാഗം, ആ വിഭാഗത്തിൻ്റെ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച പ്രചരണപ്പുറത്തേക്ക് ഒരു തരത്തിലും ഒരാളും അങ്ങനെ കണ്ടെത്തിയില്ല. സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു, അത് ആ രൂപത്തിലേക്ക് പ്രചരിച്ചു. അതോടൊപ്പം തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ചില ആളുകൾ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോഴും പിന്നെ എനിക്കെതിരെ ആ ഒരു ഘടനായി മത്സരിക്കുമ്പോഴും എനിക്കെതിരെ ഇതേ വാർത്ത ഒരാൾ കൊടുത്തിരുന്നു. ഞാൻ ജനങ്ങളുടെ മുമ്പ് പറഞ്ഞു, ഞാൻ ചെയ്യാതെ തെറ്റിന് സതീശേട്ടന് പോലും അങ്ങനെ ഒരു പ്രശ്നമില്ല, അത് നമ്മൾ നല്ല ബന്ധമായിരുന്നു, അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായില്ല. എന്നെ കളങ്കിതപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് കൂടിയാണ് ഈ രാഷ്ട്രീയ വിജയം എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുക. അല്ല, ഈ ശരിക്കും കോൺഗ്രസിനകത്ത് നിന്ന് റിജിൽ മാക്കുറ്റിയെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു നീക്കം അതല്ലേ അതിൽ നിന്ന് നമുക്ക് നോക്കാം. അതിന് ആരുടെയെങ്കിലും പിന്തുണയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അല്ല, പിന്തുണയല്ല, അത് സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ മാത്രമൊന്നുമല്ലോ, രാഷ്ട്രീയ രംഗത്ത് പാർട്ടിക്കകത്ത് എതിരാളികൾ സ്വാഭാവികമായി എല്ലാവർക്കും നമുക്കറിയാലോ. CPM-നകത്തില്ലേ ഇപ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന അധികാരനായ നേതാവ് ഇവിടെ വളരുമ്പോൾ അദ്ദേഹം എത്ര ഈ പാർട്ടിക്കകത്തുനിന്ന് എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ട് നമുക്കറിയാലോ. അപ്പോൾ സ്വാഭാവികമല്ലേ. അപ്പോൾ അത് അത്തരം എല്ലാ ആളുകളൊന്നുമില്ല, ചില കുറച്ച് ആളുകൾ അത് ആ പ്രവർത്തനങ്ങളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇത് മാത്രമാണ്. അല്ലാതെ അതിനകത്ത് പാർട്ടി എൻ്റെ അകത്ത് ഭൂരിഭാഗം ആളുകൾ അങ്ങനെയൊന്നുമല്ല. ചില ആ ഒരു ക്യാമ്പയിൻ എനിക്കെതിരായി നടത്തിയപ്പോൾ ഞാൻ പ്രതികരിച്ചിട്ടില്ല. എന്നോട് നിങ്ങൾ തന്നെ എന്നോട് പലതവണ എന്നോട് ചോദിച്ചു, ഞാൻ പ്രതികരിച്ചില്ല. ഞാനൊരു വിജയത്തിന് ശേഷം പറയാമെന്ന് കരുതി ഞങ്ങളോട് തന്നെ പറയുന്നത്. കാരണം ചെയ്യാത്ത തെറ്റിന്, അറിയാത്ത കാര്യത്തിന്, ഒരു വാക്കുകൊണ്ട് നോക്കുകൊണ്ട് പോലും ചെയ്യാത്ത കാര്യത്തിന് ആരോപിക്കപ്പെട്ട് എന്നെ ആ രൂപത്തിൽ കുരിശിലേറ്റാൻ ശ്രമിച്ച ആളുകളുണ്ട്. അവർക്ക് കൂടിയുള്ള മറുപടിയാണ്. അതിപ്പോൾ ഞാൻ ഈ ഒരു സന്ദർഭം കിട്ടിയതുകൊണ്ട് മാത്രം പറയാൻ, എൻ്റെ വേദന, എൻ്റെ സങ്കടം, എൻ്റെ പ്രയാസം എനിക്ക് അത്രയേറെ ഉണ്ടായിരുന്നു. കാരണം അത്രയേറെ സ്നേഹിച്ച, അത്രയേറെ ബന്ധമുള്ള ഒരാൾ, പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാത്തൊരു പേരിൽ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് എവിടെയും ഒരു തരത്തിലുള്ള പരാതിയില്ലാത്ത ഒരു വിഷയത്തിനകത്ത് എന്നെ ക്രൂശിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പ്രയാസമുണ്ടായിരുന്നു, സങ്കടമുണ്ടായിരുന്നു. ഞാൻ നേരിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല, ആരൊക്കെയും ഇങ്ങനെ പറയുന്നതാണ്, എനിക്കതറിയാം. എൻ്റെ സഹോദരിയുടെ ഹൗസ് വാമിങ്ങിന് അദ്ദേഹം വന്ന് ശേഷം നിന്നതാണ്. ഞാൻ തുറന്നു പറഞ്ഞു, സതീശേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്നോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒരു പരാതിയില്ല, അതെന്താണെന്ന് എനിക്കറിയാം, എന്താ സംഭവിച്ചതെന്ന് അറിയാം എന്ന് പറഞ്ഞിരുന്നു. പറയണം. അപ്പം നിങ്ങൾക്ക് സതീശൻ പാച്ചേനിയോട് നിങ്ങൾ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ, എല്ലാ മാധ്യമങ്ങളും ചോദിച്ചിട്ടില്ലേ, അദ്ദേഹം അങ്ങനെ ഒരു പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ഇപ്പോഴും, അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹം ആരോടും പറഞ്ഞില്ല, അദ്ദേഹത്തിന് അത് ബോധ്യമുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് അത് അത്തരം ആളുകൾ ചെയ്തു വെച്ചൊരു പണിയാണ്. ആ പണി എനിക്കെതിരെ പറഞ്ഞു. പക്ഷേ അത് ഈ ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടി പറയണം ഞാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾ അറിയണം, ചില ആളുകൾക്ക് ആ തെറ്റിദ്ധാരണയുണ്ട് ഇപ്പോഴും കുറച്ച്. ഇപ്പല്ല, ഇപ്പം ആൾക്ക് മാറി, ആ ഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പം ആളുകൾക്ക് അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് അതിപ്പോൾ അതൊന്നും നമ്മുടെ മുമ്പിൽ വിഷയമല്ല. ജനങ്ങൾക്കറിയാലോ എൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അതൊന്നും അങ്ങനെ യേശുന്നുണ്ടെങ്കിൽ കടലായിലല്ലേ യേശുണ്ട്, അതൊന്നും അല്ല. അങ്ങനെ ചെയ്യാത്ത കാര്യമെന്ന് അവർക്കറിയാലോ, പിന്നെ എന്തിനാണ്. ഈ കണ്ണൂർ എന്നുള്ള തുരുത്ത് ഇത്തവണ എന്തായാലും UDF പിടിച്ചെടുത്തിരിക്കും. തീർച്ചയായും പിടിച്ചെടുത്തിരിക്കും, ഒരു സംശയമില്ല. UDFൻ്റെ ഏറ്റവും ശക്തമായ കോട്ടയാണ് കണ്ണൂർ. നിങ്ങൾ ഈ റിജിൽ മാക്കുറ്റി എപ്പോഴും ഈ ആഭ്യന്തര വകുപ്പിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ RSS ആണ്, LDF ഭരിക്കുമ്പോൾ RSSനാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും ഒരു ഹിന്ദു വർഗീയതയായി കാണുന്നില്ല. പക്ഷേ ഒരു AK ബാലൻ UDF ജയിച്ചാൽ ആഭ്യന്തരം ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ എത്തും എന്ന് പറയുമ്പോൾ അത് മുസ്ലിം വർഗീയതയായി ചിത്രീകരിക്കപ്പെടുകയാണ്. അത് രണ്ടും തമ്മിലൊരു വൈരുദ്ധ്യമില്ല. അതാണല്ലോ RSS ആണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞത്, അനിരാജ്യമാണ്. പക്ഷേ അത് അവർക്ക് പ്രശ്നമല്ല. RSSന്, കാരണം RSSൻ്റെ ഏജൻ്റാണ് പിണറായി വിജയൻ. അപ്പോൾ ഇപ്പറയുന്ന മുസ്ലിം അതാണ് മുസ്ലിം അപരവൽക്കരണം ഇപ്പോൾ നടക്കുകയാണ്. അത് മുസ്ലിം അപരത്വം, അതുപോലെ തന്നെ മുസ്ലിം ഇസ്ലാമോഫോബിയ പരത്തുന്ന ആളുകളുടെ ഏജൻ്റായി ഇപ്പോൾ CPM-ൻ്റെ നേതാക്കൾ മാറുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഗുണം ലഭിക്കുന്ന ആരാ? RSSനാണ്. ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഒന്ന് പൊട്ടിയാൽ ഇവിടെ വരാൻ പോകുന്ന RSS ആണ്. അതിനു വേണ്ടി അണികളെ പാകപ്പെടുത്തി ഒരുക്കുകയാണ്. കോൺഗ്രസിനെ തകർത്ത്, UDFനെ തകർത്ത് RSSന് പ്രതലൊരുക്കുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എങ്ങനെയാണ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ
ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള ഒരു സംവിധാനം, അവരുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി, ഈ വെൽഫെയർ പാർട്ടിയുമായി UDF ബന്ധം സ്ഥാപിക്കുന്നത് അത് ശരിയായ നിലപാടാണോ? ശരി അല്ല, UDF അങ്ങനെ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ LDF 40 കൊല്ലമായി LDF നിന്നവരാണ് അവർ. അവരുടെ അമീറുമായി സംസാരിച്ച് തെരഞ്ഞെടുപ്പ് ധാരണ നടത്തി ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ അത് വിശദീകരിച്ച ഒരു പാർട്ടിയാണ് ഞങ്ങൾ. ഈ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി, അതിപ്പോൾ LDF പിന്തുണ കൊടുക്കുമ്പോൾ അവർ മതേതരവാദികളും അവർ ഏറ്റവും വലിയ മതനിരപേക്ഷവാദികളും, UDF പിന്തുണച്ച് കഴിഞ്ഞാൽ അവർ വലിയ ഭീകരവാദികൾ. അതാണ് CPM നയം. അവരുടെ കൂടെ നിൽക്കുമ്പോൾ ആര് നിന്നാലും അവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല. LDF തെറ്റ് മനസ്സിലാക്കി അവർ തിരുത്തുന്നു, ജമാഅത്തെ ഇസ്ലാമി തെറ്റാണ്, ശരിയല്ല എന്ന് പറയുന്നു. പക്ഷെ അത് UDF അത് മനസ്സിലാവേണ്ടേ? അത് മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചു എന്ന് നമുക്ക് ഇപ്പോഴും കരുതാൻ കഴിയും. അവരിപ്പോഴും പറയുന്നത് നിസ്കാരം ശരിയാവണമെങ്കിൽ മതരാഷ്ട്രം വരണം എന്ന് ഇപ്പോഴും പറയുകയാണ് അതിൻ്റെ ആളുകൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ എന്താണ് അവരുടെ രാഷ്ട്രീയപരമായി അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇത്ര കാലം പ്രവർത്തിച്ച ജമാഅത്ത് ഇസ്ലാമി എവിടെയാണ്? നിങ്ങളൊരു ഇല്ലാത്ത ഒരാളെ കാണിച്ച് ശത്രുവായി പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിൽ ഇത്തകാലം മാത്രം പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വളർച്ച നിങ്ങൾ പരിശോധിക്കുക. ആ ജമാഅത്ത് ഇസ്ലാമിനെ കാണിച്ചിട്ടാണോ ഇത് ഒരു ഫാസിസത്തിൻ്റെ ലക്ഷ്യമാണ്. ഇപ്പം ഹിറ്റ്ലർ ചെയ്തെന്താണ്? ഹിറ്റ്ലർ ശത്രുവിനെ അങ്ങ് പ്രഖ്യാപിക്കുകയല്ലേ? അതുപോലെ തന്നെ ഇവിടുത്തെ CPM പ്രഖ്യാപിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി ഒരു സംഘടനാപരമായോ അല്ലെങ്കിൽ അത്ര വലിയൊരു സ്വാധീനമില്ലാത്തൊരു സംവിധാനത്തെ അവരാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു അവരാന്ന് പറയുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി അല്ല അവർ കാണുന്നത്, മുസ്ലിം എന്ന് പറയുന്ന ആ പേരിനെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് നാളെ മതനിരപേക്ഷവാദികൾ തിരിച്ചറിയേണ്ടത്. അതിൻ്റെ ലക്ഷ്യം ലോകത്തെമ്പാടും പടർത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ ഈ CPM എന്ന് പറയുന്ന മതനിരപേക്ഷ പാർട്ടി എന്ന് പറയുന്ന ഈ പാർട്ടി ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ അപ്പോൾ RSSും CPM തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിലെ ചോദ്യം. അത് തെരഞ്ഞെടുപ്പിനകത്ത് കൃത്യമായി പ്രതിഫലിക്കും. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു വോട്ടിൻ്റെ ഒരു ഏകീകരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ സാധ്യതയുണ്ടോ? UDF അനുകൂലമായി അല്ല, സ്വാഭാവികമായിട്ടും ഈ പറയുന്ന PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്ന, അതോടൊപ്പം തന്നെ ഈ രൂപത്തിൽ പച്ച വർഗീയത പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് എങ്ങനെ CPM വിശ്വസിക്കാൻ പറ്റും? RSSകാർ പോലും പറയുന്ന കാര്യങ്ങൾ അതേപോലെ CPM പറയുമ്പോൾ പിന്നെ അവർക്ക് ബോധമുള്ളവർ RSSന് പാലം പണിയുന്നവർക്ക് വേണ്ടി അവരെ ശക്തിപ്പെടുത്താൻ ഇന്നാളുടെ ന്യൂനപക്ഷങ്ങൾ തയ്യാറാവുമോ? സ്വാഭാവികമായും അതൊരു ധ്രുവീകരണം. അവർ ചിന്തിക്കില്ലേ? ഈ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നവരവർ, അതിനെ ശോഷിപ്പിക്കുന്നവരാരാണോ അവർക്കെതിരെ അവർ നിലപാട് സ്വീകരിക്കുമല്ലോ. ഒറ്റ കാര്യം കൂടി, നമ്മൾ കോർപ്പറേഷന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. എന്തായാലും കോർപ്പറേഷനിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. വലിയ രീതിയിൽ നേരത്തെയൊക്കെ വിജിലൻസിന്റെ ഒരു റഡാറിലുള്ള ഒരു സംവിധാനം, ഒരു കാര്യം കൂടിയാണ് ഈ പൊതുമരാമത്ത് എന്നുള്ളത്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അഴിമതി നടത്താൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയാൽ എന്തായിരിക്കും നിലപാട്? തീർച്ചയായും. ഇപ്പോൾ ഞാൻ ഒരു കൗൺസിലറായി വന്നു, ഞാനിപ്പോൾ പാർട്ടി ലീഡറായി എന്നെ പാർട്ടി പ്രഖ്യാപിച്ചു. അപ്പം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പാർട്ടി തന്ന അംഗീകാരമാണ്. തീർച്ചയായിട്ടും നീതി പുലർത്തുക എന്നതാണ്. പൊതുമരാമത്ത് വളരെ കൃത്യമായി ഏറ്റവും ജനങ്ങളുമായി ഏറെ ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ്. റോഡുമായി ബന്ധപ്പെട്ടും എല്ലാ കാര്യങ്ങളും ഏറെ ജനങ്ങൾ ആശ്രയിക്കും. അത് സുതാര്യമായിരിക്കണം എന്നതാണ്. അതിനകത്ത് കോർപ്പറേഷൻ ചെലവഴിക്കുന്ന പണം മുഴുവൻ അത് ജനങ്ങൾക്ക് ഉപയോഗിക്കണം. റോഡാണെങ്കിൽ റോഡ്, ആ പണത്തിനകത്ത് ഒരു തരത്തിലും ആ രൂപത്തിലുള്ള അഴിമതി നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതും കൃത്യമായ കാര്യങ്ങൾ വളരെ ക്വാളിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാ ആളുകളെയും കേൾക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഈ കണ്ണൂരിൻ്റെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തും. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം എന്താ അറിയോ? ഞങ്ങളുടെ കോർപ്പറേഷൻ എല്ലാ തരത്തിലും ഇപ്പോൾ അഴിമതി ആരോപണം നടത്തി ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണവും അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടാണ്. നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അടിക്കടി മാറ്റുന്നത്. ഇപ്പോൾ കണ്ണൂരിലെ ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ, ഇപ്പോൾ ആ വിഷയം ഞാൻ ആ വിഷയം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ ഡിപ്പാർട്ട്മെൻറ്റ് 3 വർഷമാണ് അവരുടെ പ്രവർത്തനം. പക്ഷേ ഈ കണ്ണൂർ പോലത്തെ ഏറ്റവും സിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അങ്ങ് മാറ്റുകയാണ്. ഭയങ്കര സമ്മർദ്ദമാണ്. ഉദ്യോഗസ്ഥന്മാരെ തലങ്ങ് വിലങ്ങ് മാറ്റുക. അവരുടെ രാഷ്ട്രീയ അഭിമുഖമുള്ളവർ വെച്ച് ഫയലുകൾ അതുമായി ബന്ധപ്പെട്ടവർ പരമാവധി പിടിച്ചു വെക്കുക, ഫയലുകൾ പിടിച്ചു വെക്കുക. ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട സമയത്ത് ഉദ്യോഗസ്ഥന്മാർ കൗൺസിൽ തീരുമാനമെടുത്ത് നടപ്പാക്കാൻ പറ്റാത്ത രൂപത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഭരണം, റിമോട്ട് ഭരണം CPMൻ്റെ ജില്ലാ സെക്രട്ടറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളിത് മനസ്സിലാക്കണം. കണ്ണൂർ കോർപ്പറേഷനെ ഇടതുപക്ഷം
ഭരിക്കാൻ അനുവദിക്കാതെ ജനങ്ങൾ ഇന്ന് റോഡിൻ്റെ വിഷയമായാലും ഞങ്ങൾ തീരുമാനമെടുത്താൽ അത് നടപ്പാക്കാതിരിക്കാനുള്ള പണി CPM വികസന വിരുദ്ധരായ CPMൻ്റെ നേതൃത്വം ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ തുടരുകയാണ്. അപ്പോൾ കണ്ണൂരിലെ ജനങ്ങളോട്, കോർപ്പറേഷൻ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ ഭരിക്കാൻ, ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഭരിക്കാൻ അനുവദിക്കുന്നില്ല. അതിൻ്റെ ഓരോ ദിവസവും ഞങ്ങളിത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശ്വാസം മുട്ടിക്കുകയാണ്. ഒരു ഫയലും നീക്കുന്നില്ല. എടുത്ത തീരുമാനം കൃത്യമായി നടപ്പാക്കാൻ ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് കണ്ട ഉദ്യോഗസ്ഥൻ നാളെ ഉണ്ട്. അടിക്കടി എയ്മാരെ, എഞ്ചിനീയർമാരെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. അപ്പോൾ ഭരണനിർവഹണം നടത്തേണ്ട ആളുകളെ ഓരോ പിന്നെ അതേ പോസ്റ്റ് ഒരുപാട് തസ്തികകൾ ഇപ്പോൾ നിലവിൽ ഇല്ല. പിന്നെ കുറേ ഉള്ള ആളുകളെ തന്നെ SIRൻ്റെയും BLO ആയി നിയമിച്ചിരിക്കുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പരമാവധി ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ണൂർ ജനങ്ങൾ തിരിച്ചറിയണം. നല്ലൊരു മാറ്റത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള തുടക്കം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ തുടക്കത്തിന് പാര വെക്കുന്നത് കണ്ണൂരിലെ KK രാഗേഷ് തന്നെയാണ് നേരിട്ട് ചെയ്യുന്നത്. KK രാഗേഷാണ് ഇത് ചുക്കാൻ പിടിക്കുന്നത്. പരാജയപ്പെട്ടതിൻ്റെ ധാർഷ്ട്യം, ആ ഒരു ജാള്യത മറക്കാൻ ഈ രൂപത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പരമാവധി കോർപ്പറേഷനെ വെടക്കാക്കുക എന്നുള്ള പണി അവരെടുത്തിരിക്കുകയാണ്. അത് ജനങ്ങൾ തിരിച്ചറിയണം. ഞങ്ങൾ ജനങ്ങളോടൊപ്പം സുതാര്യമായി കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് ഏത് വിഷയത്തിനകത്തും ഞങ്ങളുടെ ഭരണസമിതി ഉണ്ടാകും. ഞങ്ങളുടെ ഭരണസമിതി കഴിയുമ്പോൾ കണ്ണൂരിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ട പ്രൊജക്റ്റുകളും കാര്യങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവാണ്. എന്തായാലും റിജിൽ മാക്കുറ്റി എന്ന നേതാവ് രാഷ്ട്രീയ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് തന്നെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം അറിയപ്പെടും. അദ്ദേഹം എടുത്ത നിലപാടിന് കിട്ടിയ അംഗീകാരം തന്നെയാണ് ആദികടലായിലെ മിന്നും വിജയം. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടം അവിടെ നടത്തി വിജയിച്ചു. അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ അഭിമുഖത്തിൽ. അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീശൻ പാച്ചേനി എന്ന നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ആ പ്രിയപ്പെട്ട നേതാവ് പരാജയപ്പെടാനുണ്ടായ സാഹചര്യം, അതിന് റിജിൽ മാക്കുറ്റിയും കാരണക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നേരെ ഒളിയമ്പുകൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതിനൊക്കെ റിജിൽ മാക്കുറ്റി ഈ അഭിമുഖത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ കരുത്താണ് ആദികടലായി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കോൺഗ്രസിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമോ എന്നുള്ളത്